ഹായ് ഫ്രണ്ട്, ഇന്ന് നമ്മളൊരു പാലക്കാടൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും വെറൈറ്റി പറയുന്നില്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കൂർക്ക. അപ്പോൾ അമ്മ കൂർക്കയൊക്കെ അരിഞ്ഞ് സെറ്റപ്പാക്കി നാട്ടിൽ തന്നിട്ടുണ്ട്. ഞാനിവിടെ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്ക വെള്ളത്തിലിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യലായ ചിക്കൻ, കൂർക്ക ചിക്കൻ, അതാണ് ഇന്നത്തെ ഡിഷ്. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ചിക്കനും വേണം, കൂർക്കയും വേണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു വലിയ സവാള അല്ല ഉള്ളി എന്തെങ്കിലും, തക്കാളി, പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ട ഐറ്റങ്ങൾ. പിന്നെ നമുക്ക് മാറ്റാം. ഇപ്പോൾ ഉള്ളി അരിയാൻ തുടങ്ങാം. നമുക്ക് കൂർക്ക ചിക്കൻ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉള്ളി അരിയാം. പരിപാടി തുടങ്ങാം. എന്നിട്ട് കഴുകാം. അപ്പോൾ അമ്മ കൂർക്ക കിട്ടുമ്പോഴും കൂണ് കിട്ടുമ്പോഴും ഒക്കെ ഒരു നാടൻ പാട്ട്, നമ്മുടെ പാലക്കാടൻ ശൈലിയിൽ ഒരു നാടൻ പാട്ട് പാടാറുണ്ട്. മാനാ മനങ്ങ കൂന കൂർക്ക കൂട്ടാൻ വെച്ചാൽ മാനാ മനങ്ങ ചേന ചേമ്പ കൂന കൂർക്ക കൂട്ടാൻ നല്ലത്. അപ്പോൾ അതിൽ ആദ്യത്തെ രണ്ടുപേര് ഞാൻ വിട്ടുപോയി. അതായത് മാനാ മനങ്ങ ചേന ചേമ്പ കൂന കൂർക്ക കൂട്ടാൻ വെച്ചാൽ മാനാമനങ്ങ ചേനയ ചേമ്പ കൂന കൂർക്ക കൂട്ടാൻ നല്ലത്. തക്കാളി നമ്മൾ കറുമുറേന്ന് അരിയണം. ഷേപ്പൊന്നും നോക്കുന്നില്ല, നമ്മൾ കറുമുറേന്ന് അരിയണം. മതി പരിപാടി. അപ്പോൾ ഇവിടെ എണ്ണ കട്ടിയായിട്ടുണ്ട് കേട്ടോ. തണുപ്പ് കാരണം ബാംഗ്ലൂരിലെ ക്ലൈമറ്റൊന്നും ഇടുന്നില്ല. പച്ചമുളക് കഴിഞ്ഞ് കുറച്ച് ഉള്ളി, കറിവേപ്പില. ആദ്യം തന്നെ കുറച്ച് ഉള്ളി ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പം പിന്നെ ആ പരിപാടി അങ്ങ് കഴിഞ്ഞു. നമ്മൾ സമയമൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. അതിലേക്ക് ചിക്കനും എടുക്കുന്നു.
നമുക്ക് ഇടയ്ക്കൊന്ന് എടുത്തു നോക്കാം. നല്ല കളറൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ആയിക്കൊണ്ടിരിക്കുന്നു. നന്നായി കുറുകിയിട്ടുണ്ട്. ഒരല്പം കൂടി വെള്ളം ഒഴിക്കേണ്ട വരുമോ നോക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ടൊന്നും കൂടെ ഇളക്കി ഒരു ചെറിയ തീയിൽ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുത്ത് നമുക്ക് കുഴമ്പൽ രൂപത്തിലാക്കിയെടുക്കാം. കുറച്ച് ബാക്കി വച്ചിരിക്കുന്ന 2-3 ഇതിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങ് മൂടിയൊക്കെ ചെറിയ തീയാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കാം. പോക്കാം. നല്ല ചുവപ്പ് കളറൊക്കെ ആയി ചൊക്കേന്ന് നമ്മുടെ കൂർക്ക ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മതി, അടിപൊളി, സൂപ്പർ. കൂർക്കയും ചിക്കനും, അങ്ങനെ കൂർക്ക ചിക്കൻ, നമ്മുടെ കിടിലൻ കൂർക്ക ചിക്കൻ. എന്താ കഥ, കേട്ടോ പോകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂർക്ക കിട്ടുമ്പോൾ ചിക്കൻ്റെ ഒപ്പം കൂർക്ക ചിക്കൻ മസാല